ഈശ്വര, എന്തോന്നിത് ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ? ഇത്തിരി മുന്നല്ലേ കിടന്നേ? ഓ എന്തൊരു പാവം. പക്ഷെ ഉറങ്ങുമ്പോ മാത്രമേ ഉള്ളൂ. ഉറങ്ങിക്കോട്ടെ, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. അല്ല, ഇന്നലെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണല്ലേനോ, അപ്പൊ എണീച്ചുണ്ടാന്ന് അറിയില്ലല്ലോ. ഓ അതല്ലേ. എവിടെ പോയിരാ? എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണേന്ന്. അതാ. നീരൊന്നും എണീച്ചില്ല ആന്റി? ആരെണീക്കാൻ മോളെ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന. ചായ എടുക്കട്ടെ? അയ്യോ ചായ വേണ്ട, വെള്ളം ഞാൻ മതി. ആ കുഴപ്പമില്ല, ഞാൻ ചായ എടുക്കാം. ശരി ഇരുന്നോട്ടോ. ആ ആ നീയോ? ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. സജിനെ, എടാ ഒന്ന് എണീച്ചേ. കുറച്ച് കഴിയട്ടെ. കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവരോ? ഇവിടെ ഒന്നുമില്ല കറി വെക്കാൻ. നല്ല മോനല്ലേ, എണീക്ക്. എനിക്ക് വയ്യ അമ്മ. എന്തുപറ്റി? എനിക്കറിയില്ല, മേലൊക്കെ നല്ല വേദനയുണ്ട്. നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട്. വേണ്ട, കുറച്ചേരം കിടന്നാ മാറിക്കോളൂ. അയ്യോ നല്ല പനിയുണ്ടല്ലോ. ഞാൻ ഗുളിക എടുത്തുതരാം. എന്ത് ഗുളിക? അല്ല പനിക്ക് കഴിക്കാൻ പറ്റിയ. എന്തുറ്റി ആന്റിക്കാണോ? അല്ല സജിന, നല്ല പനിക്കുന്നുണ്ട്. സജിനേട്ടനോ? അറിയില്ല ആന്റി, നോക്കട്ടെ. ആന്റി ഞാൻ വാങ്ങിക്കൊണ്ടുവരണോ? വേണ്ട മോളെ, അവിടെ അടുത്തുണ്ടാവും. അല്ല ഈ ശ്രുതിനോട് വരുമ്പോ ഞാൻ വാങ്ങാൻ പറയാട്ടോ. അല്ല ചേച്ചി, സജിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറവുണ്ട്. അമ്മ ചായ. എണീച്ചോ? എണീച്ച്. ചായരോ? അമ്മേ ചായ അല്ല കേട്ടോ, ഇനി മുതല് അനുവോ ചായ എന്ന് പറഞ്ഞാ മതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ ചായ അങ്ങ് കൊടുത്തേക്ക്. അമ്മേ ആ ചായ തരുമോ മാഡം? എടുത്തോ. നീ കുളിച്ചാ? കുളിക്കൊക്കെ ചെയ്യില്ലേ? പോടാ പോടാ. കുളിച്ചിട്ടാ തോന്നുന്നു, എന്തോ ഒരു ഭംഗി. ഓ താങ്ക് യു. ആ ചായ തരുമോ? ഇതാ എടുത്തോ. എനിക്ക് ചായ വേണ്ടേ? ചായ ചായ. ആന്റി, സജിന എണീച്ചില്ല? അവന് പനിയാടാ. പനിയോ? എന്താണ് പെട്ടെന്നൊരു പനി പിടിക്കാൻ? അറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട മോനെ, നിനക്ക് പിടിക്കും പനി. അത് സാരില്ല, അവന്റെ അടുത്തുനിന്നല്ലേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഞാൻ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? ഞാനല്ലേ തെറ്റിയത്. ഞാനാ അവളെ വിശ്വസിച്ചത്, അല്ലാതെ അവളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ. ഡാ സജിനെ, എന്താടാ, കുറവുണ്ടോ? ആടാ, കുഴപ്പമില്ല. നീ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. കണ്ണൊക്കെ കലങ്ങിയിരിക്കണ്ടല്ലോ. അത് പനിച്ചിട്ടിരിക്കും. ഹോസ്പിറ്റലിൽ എന്തേ പോണോ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഗുളിക കഴിച്ച്. പോണേ പറഞ്ഞോട്ടോ. നീ ഇങ്ങനെ റൂമിൽ തന്നെ കിടക്കണ്ട. റൂമിൽ തന്നെ കിടന്നാൽ വയ്യാണ്ടോ? പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. ആടാ ഞാൻ വരാം, എനിക്ക് ഇപ്പം എണീക്കാൻ വയ്യാതാ. എന്നാ കിടന്നോ. എന്തോ പ്രശ്നം കിടന്ന് തിരിയുന്നുണ്ടല്ലോ, കണ്ടുപിടിക്കണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, അതാ ഒന്ന് ഇട്ട് നോക്കിയേ. ഇട്ട് നോക്കിയപ്പോ രസമുണ്ട് തോന്നി. ഈ ഡ്രസ് ചേട്ടൻ കണ്ടോ? ഇല്ല, ഞാൻ അതിനും കൂടെ വന്നേ. എനിക്ക് തോന്നി ചേട്ടന് പനി പിടിച്ചെന്ന് അമ്മ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. വന്നല്ലോ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. പനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സജിനേട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. തുടങ്ങി കെയറിങ്. മീര അമ്മ എവിടെ? അമ്മ അടുക്കളയിലുണ്ടല്ലോ. ചേട്ടാ ചായ കുടിച്ചോ? ഇല്ല. എന്നപ്പോ ചായ കുടിക്കി. നിനക്കിതെന്തുറ്റി? ഒന്നുമില്ല. ചേട്ടന് പനി പിടിച്ചോണ്ടാണോ? അതല്ല. പിന്നെ? അല്ല, ഞാൻ ചോദിച്ചതിന് ചേട്ടൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അത് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞാൽ ചേട്ടന് കേൾക്കൂല. ഉറക്കെ വിളിച്ചറിയണം. അതുകൊണ്ടിരിക്കൂലേ? അതുകൊണ്ടന്നെ ഇരിക്കും. വേറെന്താ? അല്ല, ഇന്നലെ ഫോൺ എടുത്തില്ല വിളിച്ചപ്പോ. ഇന്നലെ ആര് ഫോൺ എടുക്കൂലായിരുന്നു നീ വിളിച്ച? എല്ലാരും കിടന്നപ്പോ തന്നെ ഉറങ്ങിപ്പോയിണ്ട്. അതുകൊണ്ടായിരിക്കും. ഇന്നലെ ഭയങ്കര ക്ഷീണായിരുന്നു ചേട്ടന്. ഭയങ്കര ആലോചനയിലാണല്ലോ. എന്താണ് ഇത്ര ആലോചന? അത് ഞാൻ ഒന്നുകൂടി കെട്ടിയാലോ എന്ന് ആലോചിക്കുക.
കഴിക്കോ? ഒന്ന് പോയാനോ? ശേടാ കൊതിപ്പിച്ച് കളഞ്ഞു. ആറാ എന്താ ആലോചിച്ചേ? നീ ഇങ്ങോട്ട് കേറിയിരി പറയാ. പറ. ആ ഇങ്ങനെ പറയാ. അർജുനെ കളിക്കില്ല, ആരെയും കണ്ടോണ്ട് വന്നാ. കണ്ടോട്ട് വന്നെന്താ? ഞാൻ എന്റെ ഭാര്യനെ മടിയില്ലല്ലോ കിടക്കുന്നേ. നിന്നെ ഇങ്ങനെ കാണാനാ കൂടുതൽ ഭംഗി. ഒന്ന് പോയേ. നാണം വരുന്നുണ്ടോ? നീ കാര്യം പറ. ആ കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. നീ സജിനെ ശ്രദ്ധിച്ചോ? സജിനേട്ടൻ എന്താ? അവൻ എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ ഇന്നലെ അവന്റെ മുഖത്തെ ശ്രദ്ധിച്ചോ? ആ തീരെ വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു. തീരെ വയ്യാത്ത പോലെ മാത്രല്ല, അവൻ ഇന്നലെ നല്ലോണം കരഞ്ഞുണ്ട്. കരയേ? എന്തിനെ? അതെന്താണെന്നാണ് എനിക്കും മനസ്സിലാവാത്തത്. കണ്ടുപിടിക്കണം. നീ എന്തിനാ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോന്നേ? സജിനേട്ടനോടൊന്ന് ചോദിച്ചാ പോരെ? അവൻ പറയണ്ടേ? അവൻ പറയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കോ? എന്താവും? ആർക്കറിയാം. എനിക്കെന്തായാലും കണ്ടുപിടിക്കണം. നീ ആര് ഡിറ്റക്റ്റീവാ കണ്ടുപിടിക്കാൻ? ആ ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ ആവേണ്ടതായിരുന്നു. എന്നാ അടിപൊളി ആയനെ. ഡിറ്റക്റ്റീവ് അർജുൻ. ഹായ്, പേരിനെന്ന് എന്തൊരു മാച്ചാ. സാറൊന്ന് എണീച്ച് മാറുവോ? അടുക്കള പണിയുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഞാൻ കുറച്ചേരം ഇങ്ങനെ കിടക്കട്ടെ. ആ ഷൂട്ടുണ്ടല്ലേ നീ ആ ബെഡ് കിടക്കുന്നേ? ഇപ്പൊ കിട്ടും എന്റെ അടുത്തുനിന്ന്. എടി എടി, നീ എന്റെ അമ്മയാവല്ലടി. ഊരി വെക്കത്. ആ പിന്നെ ഊര. ഓ എന്നെ നുള്ളി. മര്യാദക്ക് അത് ഊരി വെച്ചോ. എന്തൊരു കഷ്ടം ഇത്. കാല് ബെഡ് തൊടാണ്ടെന്നാ പോരെ? ഈ ബെഡ്ഷീറ്റ് മൊത്തം മാറ്റിട്ട് മോൻ കിടന്നാ മതി കേട്ടോ. ഒന്ന് എടി ഞാൻ ഈ ഷൂ എങ്ങോട്ട് ഇട്ടിട്ടില്ല. അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മര്യാദക്ക് ഈ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിട്ട് കിടന്നാ മതി. ശരി അമ്മേ. എന്റെ അമ്മേ, ഈ ചുമ എന്നെ കൊണ്ടേ പോളൂന്നാ തോന്നുന്നത്. സജിനേട്ടാ. എന്താ? ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? കൊഴപ്പില്ല. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട. ഞാൻ കാര്യം ചെയ്യട്ടെ? എന്താ? എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിന്നു നീ പോവാൻ നോക്ക്, എനിക്ക് വയ്യ. എന്നാ പറയണ്ട, കുഴപ്പമില്ല. ഇന്നലെ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ കൊറേ വിളിച്ചല്ലോ. ഞാൻ കണ്ടില്ല. കാണാത്തോണ്ട് തന്നെയല്ലേ? തലവേദന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്താ നിനക്കെന്താ ചിന്നു? നീ പോവാൻ നോക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാ ഞാൻ പോവാ. അതാ നല്ലത്. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല ചിന്നു. പക്ഷെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നീ ഇത് എന്നോട് ചെയ്തല്ലോ. ഇനിയും നമ്മൾ ഒരുമിച്ച് പോവില്ല. നമുക്ക് രണ്ടാക്കൂതാ നല്ലത്. എന്താടാ? സാരില്ല കേട്ടോ, നമുക്ക് വേറെ വാങ്ങിയേ. ഞാൻ കരഞ്ഞില്ലല്ലോടാ, എനിക്ക് തോന്നിയതായിരിക്കും. നീ അങ്ങോട്ട് ചെല്ലിട്ടോ. എന്നാലും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പെട്ടെന്ന് താല്പര്യം പോവാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ? പോയി ചോദിച്ചു നോക്കിയാലോ ഞാൻ എന്താ ചെയ്തേന്ന്. എനിക്കിത് അറിയണം. എന്റെ മോനെ, അവള് വിളിച്ചിട്ട് കരയാത്തൊന്നുമില്ലേ ഇനി? എടാ നിന്റെ കല്യാണം കഴിഞ്ഞില്ലടാ, അവൾക്ക് അത് അറിയൂലേ? പിന്നെ അറിയാതെ കല്യാണത്തിനോട് വന്നില്ലേ? എന്താ ചെയ്യാ, ഓരോ ടൈപ്പ് ആൾക്കാരെ. അനു കേക്കണ്ട, സത്യം അവളെങ്ങാനും അറിയണം മോനെ, എന്നെ വെച്ചേക്കൂല. ഒന്നാമതേ അവൾക്ക് ഇവളെ ഇഷ്ടല്ല. ആ ആരിത്? നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കൊറേ നേരമായി കേൾക്കുന്നു, പക്ഷെ കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ, ഞാൻ മീരന്റെ കൂടെ. ഓ, ഡ്രസ് നല്ല രസമുണ്ടല്ലോ. താങ്ക് യു. എന്താടാ സജിനെ, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല. സജിനേട്ടാ ഒന്ന് പുറത്തേക്ക് വരുമോ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞ നേരത്തെ? അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയതാ. എനിക്ക് താല്പര്യമില്ല. കുഴപ്പമില്ല. സജിനെ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ലായിട്ടാണോ നീ അവളെ വിളിച്ചപ്പോ പോവാഞ്ഞേ? എന്തേ? കൊറേ ദിവസമായി മോനെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നത്. എന്താ പ്രശ്നം? ആ റിസപ്ഷൻ കഴിഞ്ഞപ്പോ തുടങ്ങിയതാണല്ലോ. അത് ഇനി നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. എടാ അത് ഇവിടെ വെച്ച് പറയാൻ പറ്റൂല. ആ റൂമിലേ പോവാ. മക്കളെ ഫുഡ് കഴിക്കാം. ആ അമ്മ വരാം. വാ ഫുഡ് കഴിച്ചിട്ട് പറയാം. ഗുളി കുടിക്കാൻ പറ്റില്ലേ? ആ അല്ല ചേച്ചി, മോട്ടും മിട്ടുമോളൊക്കെ എവിടെ? അവര് കുറച്ച് ഒരുമിച്ച് കഴിച്ചോളൂ. പാമ്പ് കണ്ടോ? ഈ പെണ്ണെ എന്തേ കഴിക്കുന്നില്ലേ? ഞാൻ അമ്മേന്റെ കൂടെ കഴിച്ചോളാം. എന്നാ ഓക്കെ. അല്ല ചിന്ന എവിടെ?
നീ വിളിച്ചില്ല അവളെ ഞാൻ വിളിക്കാൻ പോയപ്പോ ഫോണിലായിരുന്നു. വരെയായിരിക്കും. ആ എന്നാ അവള് വരട്ടെ. ഫോണിൽ അവനായിരിക്കും. ആ ആന്റി. അമ്മ എനിക്ക് നല്ല തലവേദന. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം കേട്ടോ. അതെന്താടാ? ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദനക്കുണ്ട്. എന്നാ പോയി കിടന്നോ. ഇത്രയ്ക്കൊക്കെ വലിയ പ്രശ്നമാണോ? ചിന്നു, നീ കൺട്രോൾ ചെയ്. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇവള് കണ്ണൊക്കെ എന്താ അറിയുന്നേ? അർജുനെ, എന്തോ വലിയ പ്രശ്നമാണല്ലോ. എനിക്കും തോന്നി. ദേ ചിന്നുന്റെ കണ്ണൊക്കെ നിറയുന്നു. ഒന്നുമില്ല ആന്റി, ഞാൻ വീട്ടിൽ പോട്ടെ. ഒന്നുമില്ല, അമ്മമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതാ. അല്ല അപ്പൊ കഴിച്ചില്ലേ? കഴിച്ചിട്ട് പോയിക്കോ. ചിന്നു, എന്താ പ്രശ്നം? ഒന്നുമില്ല. സഹിക്കാൻ പറ്റുന്നില്ല. സജിനെ, എന്താടാ? പറ വേം പറ. എന്ത് പറയാൻ? എന്താ സംഭവം എന്ന് വേം പറ. എടാ, പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. നിന്റെ സൗണ്ടൊക്കെ എന്തോ പോലെ. കരഞ്ഞില്ലേ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. നീ എന്തിനാടാ എന്നോട് കള്ളം പറയുന്നേ? ദേ വീണ്ടും കരയുന്നു. എന്താ പ്രശ്നം എന്ന് പറ. പറയാൻ പറ്റൂലടാ. എന്താണ്, അതിന് മാത്രം വലിയ കാര്യമാണോ? ആണ്. സജിനെ, എന്താ പ്രശ്നം പറ. എടാ നീ ഇങ്ങനെ കരയല്ലേ, എന്താ കാര്യം എന്ന് പറ. അർജുനെ. അവളെന്നെ ചതിച്ചടാ. ആര്? ചിന്നു. അവളെന്ത് ചെയ്ത്? അവളെന്നെ ഇത്രയും കാലം ചതിക്കുന്നടാ. ഞാനത് റിസപ്ഷനിൽ എന്നാ മനസ്സിലാക്കിയത്. എടാ നീ ഓരോന്ന് വിചാരിച്ച് കൂട്ടാണ്. അങ്ങനെയൊന്നും ഇല്ല. എടാ ഞാൻ കണ്ട കാര്യടാ പറയുന്നേ. നീ എന്തുണ്ടായതെന്ന് കറക്റ്റ് പറ. അത് എടാ ഞാനും കേൾക്കുന്നൊക്കെ സത്യമാണോ? ഇതൊക്കെ സത്യം തന്നെയാ. എന്റെ ഈശ്വര. എടാ ചിലപ്പോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലോ? പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ വേറെ എന്താണ്? എടാ നീ ഒന്ന് സമാധാനപ്പെട്. നീ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. ചിലപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലോ? അവർ ഫ്രണ്ട്സൊന്നുമല്ല. നീ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. എൻ്റെ ഫോണിനുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വയ്യ. എടാ അർജുനെ, ഞാൻ എന്ത് ചെയ്തിട്ടാടാ? ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നോ? അങ്ങനെയൊന്നും പറയല്ലേ. എടാ നീ ഓക്കെ ആവ്, കുഴപ്പമില്ല, നമുക്കെന്തെങ്കിലും ചെയ്യാം. ഞാനില്ല കൂടെ, പിന്നെന്താ? എനിക്ക് വയ്യടാ. ഞാൻ എന്തെങ്കിലും ചെയ്തു. ദേ അടങ്ങി നിന്നോട്ടോ. വേണ്ടാത്ത ഓരോന്ന് ആലോചിക്കാം. സാറില്ല, പോട്ടെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? പോണ്ടത് പോയി. ഇനി എനിക്ക് ആ ട്രസ്റ്റ് തിരിച്ചു വരുമോ? എന്തൊക്കെ പറഞ്ഞാലും എടാ എനിക്ക് അത്ര ഇഷ്ടമാണ് അവളെ. എടാ ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ. നീ സങ്കടപ്പെടാതിരിക്കി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എനിക്ക് പറ്റുന്നില്ലടാ. എന്റെ സജിനെ, നീ കരയല്ലേ. എനിക്കറിയില്ല. അറിയൂലേ? മീര, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്തേ? നീ ഒന്ന് അനന്യ ചേച്ചിനെ ഇങ്ങോട്ട് വിളിക്കോ? വിളിക്കോ, ഒരു മിനിറ്റ്. ഹലോ ചേച്ചി, ഇങ്ങോട്ടൊന്ന് വരുമോ എന്റെ റൂമിലേക്ക്? എന്തു പറഞ്ഞു? ഇപ്പൊ വരും. എന്താ പറ്റിയേ? എന്നോട് പറയാൻ പറ്റില്ല? നിന്നോട് പറയാൻ പറ്റായിട്ടല്ല, ചേച്ചി കൂടി വന്നോട്ടെ. ചേച്ചി വന്നല്ലോ. എന്തുടാ? എന്തു പറ്റി? ഇവളെ വിളിച്ചതാ. എന്തു പറ്റി ചിന്നു? എന്നെ പ്രശ്നമുണ്ടോ? ചേച്ചി അത് ചേച്ചി എന്താ? എന്തു പറ്റി? സജിനേട്ടൻ എന്ത് ചെയ്തേ? എന്നോട് മിണ്ടുന്നില്ലേ? എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അയ്യോ, എന്തിനാ? എനിക്കറിയില്ല. എടാ നീ ഇങ്ങനെ കരയില്ലേ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പോയി ചോദിച്ചു ചേച്ചി. എന്നിട്ട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. അയ്യോ, ചേട്ടൻ എന്താ പറ്റിയേ? ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല. എടാ നീ ഇങ്ങനെ കരയില്ലേ? എനിക്ക് പറ്റുന്നില്ല ചേച്ചി. എനിക്ക് സജിനേട്ടൻ അത്രയ്ക്ക് ഇഷ്ടാ. എടാ ഞങ്ങൾക്ക് അറിയാം. മീര എന്ത് ചെയ്യും? അറിയില്ല ചേച്ചി, സജിനേട്ടനോട് ചോദിച്ചു നോക്കാം. ചിന്നു നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ ചേട്ടനോട് ചോദിക്കാം. ആര് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന്. എടാ നീ കരയല്ലേ, നീ കരഞ്ഞ് നിനക്ക് തന്നെ വയ്യാതാവട്ടോ. ഇതിലും ഭേദം വയ്യാതാവുന്നതല്ലേ. ചിന്നു നീ എന്തൊക്കെ പറയുന്നേ? എനിക്ക് വേറെന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. എടാ നീ ഞാൻ പറയുന്ന കേക്ക്.
ചിലപ്പോ വയ്യാഞ്ഞിട്ടാണെങ്കിലോ? അങ്ങനെ ആലോചിച്ചൂടെ? പനിയൊക്കെ പിടിച്ചിട്ട് ചിലപ്പോ വയ്യായിട്ടായിരിക്കും, അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടായിരിക്കൂല. അല്ല ചേച്ചി, നേരത്തെ ഫുഡ് കഴിക്കുമ്പോ തന്നെ കണ്ടില്ലേ? അത് ശരിയാ ചേച്ചി, അത് തലവേദനയാന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അങ്ങനെയാണെങ്കിലോ? അത് അങ്ങനെയൊന്നുമല്ല. ചിന്നു നീ കരയല്ലേ? എടാ നീ കരയല്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? ഞാൻ അർജുനോട് സംസാരിക്കാം, അവൻ ചോദിച്ചോളൂ കേട്ടോ. വേണ്ട ചേച്ചി, ഞാൻ ഈ കരഞ്ഞ കാര്യമൊന്നും ചേട്ടനോട് പറയണ്ട. അതെന്താ? വേണ്ട, ചിലപ്പോ എന്നെക്കാൾ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ടാവൂലേ. ചിന്നു നീ അങ്ങനെയൊന്നും പറയല്ലേ, ചേട്ടന് നിന്നെ എത്ര ഇഷ്ടാന്നറിയാ. അങ്ങനെയൊന്നല്ല മീരെ. ചേടാ